സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ മോഹൻ വർഗീസ്, ഷാബു പ്രസാദ്, ഒപ്പം CB സത്യൻ. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും TVK അടക്കമുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടികളെ ഉദയം ഒരു വശത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ആഞ്ഞടിക്കാനുള്ള വികാരം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് തമിഴ് വികാരം തന്നെയാണ്. ആ തമിഴ് വികാരത്തിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ DMK നടത്തുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും തമിഴ്നാടിന്റെ നയം അത് തന്നെയാണ്, ആ തമിഴ് വികാരം തന്നെയാണ്. ഒരു രാഷ്ട്രീയ കളിയാണ് സ്റ്റാലിൻ കളിക്കുന്നത്. അങ്ങനെ ഒരു വികാരം ആളിക്കത്തിക്കാനാണ് DMK ശ്രമിക്കുന്നത് എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് കരുതുന്നത് അപർണ. തമിഴൊരു വികാരമാണ്. ആ വികാരം ആളിക്കത്തിച്ചാൽ രാഷ്ട്രീയമായി ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് മറ്റാരേക്കാളും നന്നായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയാം. മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്നാണല്ലോ പറയുക. ആ സ്റ്റാലിൻ എന്ന പദം തന്നെ സോവിയറ്റ് നേതാവ് സ്റ്റാലിൻ, ആ സ്റ്റാലിൻ്റെ പേര് അത് തീർച്ചയായിട്ടും തമിഴ് പേരല്ല. അപ്പോൾ ആ പേര് പോലും തമിഴല്ലാത്ത ഒരു പേരുള്ള ഒരാൾക്ക് എത്രത്തോളം തമിഴ് വികാരത്തെ ആളിക്കത്തിക്കാം എന്ന് BJPയുടെ നേതൃത്വം, തമിഴ്നാട്ടിലെ BJPയുടെ നേതൃത്വം, അണ്ണാമലയും അതുപോലെ തമിഴ് SI ഒക്കെ പറയുന്ന നമ്മൾ കേട്ടതാണ്. അപ്പം ഇവിടെ MK സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒരു കാരണവശാലും അധികാരം നഷ്ടപ്പെടാതിരിക്കാനായി തമിഴ് വികാരം ആളിക്കത്തിക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴി, പരമ്പരാഗതമായ വഴി, അതെല്ലാ ദ്രാവിഡ കക്ഷികളും പരമ്പരാഗതമായി പയറ്റിയിരുന്ന വഴിയാണ് ആൻറ്റി ഹിന്ദി ആൻറ്റി ബ്രാഹ്മണിക്കൽ റെട്ടറിക്. അപ്പോൾ അത് EVR പെരിയാർ കൊണ്ടുവന്ന ആ ഒരു ചിന്താധാര, ആ ചിന്താധാരയാണല്ലോ DMK ആകട്ടെ, അണ്ണാ DMK ആകട്ടെ, MDMK ആകട്ടെ, DMDK ആകട്ടെ, എല്ലാ PMK പട്ടാള മക്കൾ കക്ഷി എന്ന് വേണ്ട എല്ലാ തമിഴ് രാഷ്ട്രീയ കക്ഷികളും ദ പ്ലഡ്ജ് ബൈ ദ്രവീഡിയനിസം. അപ്പോൾ ദ്രവീഡിയനിസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് പ്രിയപ്പെട്ട തമിഴ് ഭാഷ. അപ്പോൾ തമിഴ് ഭാഷ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കുമില്ല. അങ്ങനെയാണ് വിദ്യാഭ്യാസ നയം, അത് ത്രിഭാഷാ പദ്ധതി തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് എന്നത് സമ്മതിക്കുമ്പോഴും ഒരു ദേശവ്യാപകമായ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ ഒരു ഓരം ചേർന്ന് നിൽക്കണമല്ലോ. പക്ഷേ തമിഴ്നാട് റെസിസ്റ്റ് ചെയ്തു നിന്നു. എക്കാലത്തും തമിഴ്നാട് റെസിസ്റ്റ് ചെയ്തു നിന്നു. ഇപ്പോഴിതാ പാർലമെൻറ്റിൽ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട ഡിബേറ്റ് നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരെ പരിഹസിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ ചില പരാമർശങ്ങൾ, തമിഴ്നാട്ടിലെ ആളുകളെക്കുറിച്ച് മൊത്തത്തിൽ നടത്തിയ ചില ഡെറോഗേറ്ററി റിമാർക്സ്, അതിൽ കയറി പിടിച്ചുകൊണ്ടാണ് ഈ വികാരം ആളിക്കത്തിക്കുന്നത്. അതിൽ നിന്നും ഊർജം കൈക്കൊണ്ടുകൊണ്ടാണ് തമിഴ്നാട് ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടു. ആ സമയത്ത് ഈ ലോഗോ തന്നെ, റുപ്പി എന്ന ലോഗോ, ഒരു തമിഴൻ ഇപ്പോൾ 15 വർഷമായി 2010 മുതൽ കഴിഞ്ഞ 15 വർഷമായി നിലവിലുള്ള തമിഴ് റുപ്പിയുടെ ലോഗോ എന്ന് പറയുന്നത് ദേവനാഗരി സ്ക്രിപ്റ്റിലെ ഒരു ലോഗോയാണ്. അതൊരു ലോഗോ മത്സരത്തിൽ 2009 നടന്ന, അന്ന് മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, UPA ഗവൺമെൻറ്റാണ്, അവിടെ DMK ഘടകകക്ഷിയുമാണ്. DMKയുടെ തന്നെ അന്ന് തമിഴ്നാട് നിയമസഭയിലെ ഒരു അംഗമായിരുന്ന ഒരാളിൻ്റെ മകൻ ആണ്, അതായത് ആ വ്യക്തി കൊണ്ടുവന്ന ലോഗോയാണ്. അതായത് ധർമ്മലിംഗം എന്ന് പറയുന്ന MLAയുടെ മകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോഗോ എത്രത്തോളം സ്വീകാര്യമാണ് തമിഴ്നാട്ടിൽ, അതാണ് ഇപ്പോഴത്തെ വിഷയം. ഇപ്പം തമിഴ് മകൻ തന്നെ കൊണ്ടുവന്ന ലോഗോ ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് സ്വീകാര്യമല്ല. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തരിച്ച കരുണാനിധി പോലും അംഗീകരിച്ച വളരെ വളരെ ചേർത്ത് പിടിച്ച ആ ചെറുപ്പക്കാരനെ, IIT പ്രോഡക്റ്റാണ് പുള്ളി, ബോംബെ IITയിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്, ബുദ്ധിജീവിയാണ്, അക്കാഡമിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരവിരുത് അതുപോലും അംഗീകരിക്കാതെ ഇപ്പോഴിതാ പുതിയ രൂപായ് എന്നതിൻ്റെ തമിഴ് രു എന്ന ആ ഒരു വാക്ക് മാത്രം ആകർഷകമായ ഒരു സിമ്പലാക്കിക്കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്.
അപ്പോൾ കഴിഞ്ഞ ബജറ്റ് വരെ ഇല്ലാതിരുന്ന ഒരു ഭാഷാ സ്നേഹം ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് വന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പക്ഷേ ശ്രീ മോഹൻ വർഗീസ് ഒറ്റക്കെട്ടായിട്ട് അതിപ്പോ വിജയ് ആണെങ്കിലും ശരി, കമൽഹാസൻ ആണെങ്കിലും ശരി, ADMK ആണെങ്കിലും ശരി, അണ്ണാമലയെ മാറ്റി നിർത്താം. അണ്ണാമലയുടെ ശബ്ദം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു ശബ്ദമാണ്. ബാക്കിയുള്ളവരെല്ലാം ഒരേ വാക്കിലാണ് പറയുന്നത്, ഇതല്ല കേന്ദ്രം ചെയ്യുന്നത്, ഭാഷയുടെ വിഷയത്തിനകത്ത് ഒരു തരിമ്പു പോലും വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ഒറ്റക്കെട്ടായിട്ടാണ് ഇതൊരു രാഷ്ട്രീയ നിലപാടാണെങ്കിൽ പോലും അത് പുറത്തേക്ക് വരുന്നത്. അതെങ്ങനെ ഡിഫെൻഡ് ചെയ്ത് കേന്ദ്ര സർക്കാർ? ആ വിഷയത്തിൽ എല്ലാ തമിഴ് കക്ഷികളും BJP ഒഴിച്ചുള്ള എല്ലാ തമിഴ് കക്ഷികളും ഒറ്റക്കെട്ടാണ്, എക്കാലത്തുമായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് വേറിട്ട് നിൽക്കേണ്ട ഒരു കക്ഷി എന്ന് പറയുന്നത് പുതുതായി രൂപീകരിച്ച തമിഴക വെട്രി കഴകം, വിജയന്റെ കക്ഷിയാണ്. വിജയന്റെ കക്ഷിക്ക് പോലും അറിയാം തമിഴ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കണം എങ്കിൽ ദ്രാവിഡ വികാരം, തമിഴ് വികാരം ആളിക്കത്തിച്ചെങ്കിലേ പറ്റൂ. അത് സ്റ്റാലിൻ ആളിക്കത്തിക്കുമ്പോൾ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ നിന്നെങ്കിൽ മാത്രമേ തമിഴകത്തെ വേരോട്ടമുണ്ടാകൂ. ഇതിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. തമിഴകത്തെ ദ്രാവിഡ സ്വത്വത്തിന് അതീതമായ ഒരു ദേശീയ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ ഒരു തീപ്പൊരി നേതാവാണല്ലോ. അപ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ റാഡിക്കൽ ഒരു നേതാവാണ് അണ്ണാമലൈ. അപ്പോൾ അണ്ണാമലൈ മാത്രമാണ് ഇതിനെതിരെ പ്രതികരിച്ചതും. എന്തുകൊണ്ട്? അപ്പോൾ ഇതിൻ്റെ വൈരുദ്ധ്യത്തെ, തമിഴകത്ത് നടക്കുന്ന പല നീക്കങ്ങളുടെയും ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെ പിന്നിലെ വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാണിച്ച ഏകയാൾ അണ്ണാമല മാത്രമാണ്. അത് തമിഴ് സെൽവിയും അവരും അത് കാണിച്ചു. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കൊണ്ട് തമിഴ്നാട്ടിലെ എല്ലാ പ്രാദേശിക കക്ഷികൾക്കും നേട്ടമുണ്ട്. കോൺഗ്രസ് ആണ് ഇവിടെ വെട്ടിലായിരിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി ഒരു മുന്നണിയുടെ ഭാഗമാണ്, ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസുമായി നല്ല ബന്ധത്തിലാണ് തമിഴ്നാട്ടിലെ ഈ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ CPM ആകട്ടെ, CPI ആകട്ടെ, മുഖ്യകക്ഷിയായ DMK ആകട്ടെ, ഒരു കെട്ടുറപ്പോടുകൂടി തന്നെയാണ് പോകുന്നത്. മാത്രമല്ല DMK കോൺഗ്രസിന് വലിയൊരു പൊളിറ്റിക്കൽ സ്പേസാണ് തമിഴ്നാട് നൽകുന്നത്. അവർക്ക് യഥാർത്ഥത്തിലുള്ള പിന്തുണയേക്കാൾ കൂടുതൽ സ്പേസ് ഘടകകക്ഷികൾക്ക് നൽകുന്നു. അതുകൊണ്ട് സ്റ്റാലിൻ ഘടകകക്ഷികളോട് മയമുള്ള നിലപാടും ദേശീയ രാഷ്ട്രീയത്തിൽ തമിഴ്നാടിൻ്റെ മുഖം, സൗത്ത് ഇന്ത്യയുടെ മുഖം, മൊത്തത്തിൽ സൗത്ത് ഇന്ത്യയുടെ മുഖമായി മാറാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് 22-ാം തീയതി, ഈ മാസം 22-ാം തീയതി ചെന്നൈയിൽ വെച്ച് മുഖ്യമന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും സഹകരിക്കാവുന്ന എല്ലാവരുടെയും മീറ്റിംഗ് വിളിച്ചു കൊടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടെ വ്യാപകമായ അർത്ഥത്തിൽ ഡീലിമിറ്റേഷന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരു പവർ സ്ട്രക്ചറിലെ മാറ്റം. അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം പരമാവധി നടപ്പാക്കിയ തമിഴ്നാടും കേരളവും പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ദോഷകരമാകുന്ന രീതിയിൽ ഈ പുതിയ ഡീലിമിറ്റേഷൻ, ഈ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം ക്രമീകരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധമുയരണം. അതുകൊണ്ടാണ് ദൂതന്മാരെ അയച്ചിരിക്കുകയാണ് കേരളത്തിലേക്ക്. ഇന്ന് തമിഴ്നാടിൻ്റെ IT മന്ത്രിയും ഒരു MP-യും ഇവിടെ വന്നു. അതുപോലെ ആന്ധ്രാപ്രദേശിലെത്തി, പിന്നെ TRSൻ്റെ ആളുകളെ കണ്ടു. അതുപോലെ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസിൻ്റെ നേതാവ് ജഗൻമോഹൻ റെഡ്ഡിയെ കണ്ടു. തെലങ്കാനയിലെത്തി ഭരണകക്ഷിയായ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കണ്ടു. പ്രതിപക്ഷത്തിരിക്കുന്ന BRSൻ്റെ നേതാക്കളെ കണ്ടു. കർണാടകത്തിലെത്തിയ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും അതുപോലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ടു. അങ്ങനെ ഒറീസയിൽ ഉൾപ്പെടെ എത്തിയിരിക്കുകയാണ്. അപ്പം പരമാവധി സംസ്ഥാനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു ഓൾ പാർട്ടി മീറ്റാണ് കേന്ദ്രത്തിനെതിരെ. അപ്പൊ കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ കുന്തമുനയാകാൻ ശ്രമിക്കുന്ന ഡീലിമിറ്റേഷനിലേക്ക് കൂടി നമുക്ക് വിശദമായിട്ട് വരാം. ശ്രീ മോഹൻ വർഗീസ്, ഞാൻ തിരികെ എത്താം. ശ്രീ